ഹലോ ഹായ്. ഒരു കഥയുണ്ട്. പട്ടണത്തിൽ ജീവിക്കുന്ന ദമ്പതികൾക്ക് സഹായിയായി ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഒരിക്കൽ നാട്ടിലെ ഉത്സവത്തിൽ പോകാനിരുന്ന ആ സ്ത്രീക്ക് ഉത്സവ ബത്തയായി 500 രൂപ കൊടുക്കാമോ എന്ന ഭാര്യയുടെ ചോദ്യത്തിന് ഭർത്താവ് ഒഴിഞ്ഞുമാറി. എന്നാൽ ഇന്ന് രാത്രി പിസ്സ ഓർഡർ ചെയ്യാനായി എനിക്ക് തന്ന 500 രൂപ ഞാൻ അവർക്ക് കൊടുത്തോട്ടെ എന്ന ഭാര്യയുടെ ചോദ്യത്തിന് ഒടുവിൽ അയാൾ സമ്മതം മൂളി. ഉത്സവം കഴിഞ്ഞ് തിരിച്ചു വന്ന സ്ത്രീയോട് അയാൾ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അവർ പറഞ്ഞു, ഞാൻ പോകുമ്പോൾ മാഡം എനിക്ക് 500 രൂപ തന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ പേരക്കുട്ടിക്ക് 150 രൂപയുടെ വസ്ത്രവും 40 രൂപയുടെ കളിപ്പാട്ടവും 50 രൂപയുടെ മധുര പലഹാരങ്ങളും വാങ്ങിക്കൊടുത്തു. മകൾക്ക് 25 രൂപയുടെ കുപ്പിവളയും മരുമകന് 50 രൂപയുടെ ഒരു ബെൽറ്റും വാങ്ങിക്കൊടുത്തു. 60 രൂപ ബസ്സുകാർക്ക് കൊടുത്തു. 50 രൂപ ദാനം ചെയ്തു. ബാക്കി വന്ന 75 രൂപ പേരക്കുട്ടിക്ക് നോട്ട്ബുക്കും പേനയും വാങ്ങാൻ മകളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാം കേട്ട് അയാൾ ചിന്തിച്ചു, 500 രൂപയ്ക്ക് എനിക്ക് 8 കഷണങ്ങളുള്ള ഒരു പിസ്സയാണ് ലഭിക്കുന്നതെങ്കിൽ അതേ പിസ്സയുടെ മറുഭാഗത്ത് ഒരു കുടുംബത്തിന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള 8 കാര്യങ്ങൾ ചെയ്യാൻ ആ സ്ത്രീക്ക് സാധിച്ചു. ചെലവഴിക്കാനായി ജീവിക്കുന്ന ഞാനും ജീവിക്കാനായി ചെലവഴിക്കുന്ന ആ സ്ത്രീയും തമ്മിലുള്ള വ്യത്യാസം ആ പിസ്സയുടെ ഇരുവശങ്ങളുമാണ്. നാം അനാവശ്യമായി ചെലവഴിക്കുന്ന പണം മറ്റു പലരുടെയും അത്യാവശ്യങ്ങൾ പൂർത്തിയാക്കാൻ പര്യാപ്തമായിരിക്കുമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. അറിഞ്ഞ് ചെലവാക്കാം, അപരനെയും കരുതാം. ഹാവ് എ നൈസ് ഡേ.